ആത്മാവുണ്ട്. ഇനി ആരില്ലെന്ന് പറഞ്ഞാലും ആത്മാവുണ്ട്. ആ തിരിച്ചറിവാണ് എന്റെ പുസ്തകം. മരിക്കുന്ന സമയത്ത് കൊണ്ടുപോണ എന്ത് സാധനം കൊണ്ടുപോകും? ഒന്നും കൊണ്ടുപോകില്ല, ഒന്നും കൊണ്ടുപോകും. പക്ഷെ ചുമ്മയാണ് പറഞ്ഞേ, ഒന്നും കൊണ്ടുപോകില്ലെന്ന് പറയല്ല, കൊണ്ടുപോകും. ഒരു ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരാളിന്റെ ആത്മാവ് മറ്റുള്ളവർക്ക് ഒരു 200 വർഷത്തിൽ ഒരു ജന്മം കിട്ടുമെങ്കിൽ ഇത് 2000 വർഷമായാലും കിട്ടില്ല. ഈ ലോകത്ത് ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് 365 ദിവസവും മൂകാംബികയിൽ എഴുതി. ഭഗവാൻ ഒരു ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വയ്ക്കാനും ആ ക്ഷേത്രത്തെ ശിവലിംഗം അനങ്ങാൻ തുടങ്ങി. നവഗ്രഹ ഹോമം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ നവഗ്രഹങ്ങള് മൂകാംബി അമ്മയുടെ മക്കളായിട്ടാണ് സങ്കല്പം. അതുകൊണ്ട് ഈ ലോകത്ത് ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് 365 ദിവസവും മൂകാംബികയിൽ എഴുതിക്കും. കാരണം എന്താണ്? അവിടെ മുഹൂർത്തം ഇല്ല. അവിടെ മുഹൂർത്തം നോക്കി ഒന്നും ചെയ്യാൻ പറ്റൂല. കുട്ടികളെ തുടങ്ങിക്കുന്ന ആവട്ടെ, അല്ലെങ്കിൽ ആഹാരം കൊടുക്കുന്ന ആവട്ടെ, അല്ലെങ്കിൽ കല്യാണം ആവട്ടെ, ഒന്നിനും മുഹൂർത്തമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ മുഹൂർത്തം വേണ്ട. എന്തായാലും അമ്മയുടെ മുമ്പ് ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു മക്കളും എതിർക്കില്ല. എതിർക്കുന്നതാണല്ലോ നമ്മുടെ മുഹൂർത്തം എന്ന് പറയുന്നത്. അതെങ്കിൽ ഗ്രഹങ്ങള് നമുക്ക് ഓപ്പോസിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മുഹൂർത്തം എന്ന് പറയുന്നത്. അത് ഗ്രഹദോഷം, രാഹുവോ ഗുളിയനോ യമകണ്ഠനോ എന്നൊക്കെ പറയുന്നതെല്ലാം ഈ ഗ്രഹങ്ങളുടെ പ്രവർത്തനമാണ്. ഇതൊന്നും മൂകാംബികയിൽ ബാധിക്കില്ല. അപ്പോ ഈ ഹോമം ചെയ്ത് വരും. ഇപ്പൊ ഹോമം ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ നവചണ്ഡി ഹോമം ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഞാന് പറയണത്, ഞാൻ ചിട്ടി കെട്ടാൻ പോണേണ്, എല്ലാരും ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ എന്റെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം, വിഹിതമല്ല, എന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. കാരണം ഈ നമ്മൾ ഒരാള് മരിക്കുന്ന സമയത്ത് കൊണ്ടുപോണ എന്ത് സാധനം കൊണ്ടുപോകും? ഒന്നും കൊണ്ടുപോകില്ല, ഒന്നും കൊണ്ടുപോകും. പക്ഷെ ചുമ്മയാണ് പറഞ്ഞേ, ഒന്നും കൊണ്ടുപോകില്ലെന്ന് പറയല്ല, കൊണ്ടുപോകും. നമ്മൾ ചെയ്ത നന്മ തിന്മകൾ നമ്മളെ കൂടെ വരും. നന്മ തിന്മകൾ കൂടെ വന്ന് കർമ്മഫലം, ഇത് കർമ്മഫലം കൂടെ കൊണ്ടുപോകും. ബാക്കി എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകും. പണവും പ്രതാപവും ഭാര്യയും മക്കളും ചിതയോളം എത്തി തിരിച്ചു പോകും. അതുവരെ അവർ വരുവുള്ളൂ, പിന്നെ തിരിച്ചു പോകും. ഇപ്പൊ ആത്മാക്കളെ കുറിച്ച് അങ്ങ് വളരെ അഗാധമായി പഠിച്ച് തന്നെ ഗ്രന്ഥം തന്നെ എഴുതിയ ആത്മാക്കളെ കുറിച്ചല്ല എന്റെ ഒരു അനുഭവം. ആയിക്കോട്ടെ. അപ്പൊ ആത്മാവ് ഉണ്ട്. ഇനി ആരില്ലെന്ന് പറഞ്ഞാലും ആത്മാവുണ്ട്. ആ തിരിച്ചറിവാണ് എന്റെ പുസ്തകം. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് അത്രയും ഒരു പുസ്തകം എഴുതണമെങ്കിൽ അത്ര കണ്ട് അങ്ങ് അതിലേക്ക് റിസർച്ച് ചെയ്യാതെ പറ്റത്തില്ല. അപ്പൊ ഈ ആത്മാവ് മാത്രമാണ് യാത്ര തിരിക്കുന്നത്. ഈ ആത്മാവിന്റെ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ആത്മാവിന്റെ യാത്ര. ഇതിൽ ഈ ആത്മാക്കളൊന്നും മരിച്ചു കഴിയുന്ന ആത്മാക്കളൊന്നും പോവില്ല പെട്ടെന്ന്. ഈ ആത്മാക്കള് ആത്മലോകത്തേക്ക് അവരെ കൊണ്ടുപോയിട്ട് നേരെ തിരിച്ചുവിടെ കൊണ്ടാക്കിയിട്ട് പോകും. പിന്നെ ഒരു ജന്മം കിട്ടണമെങ്കിൽ, ഇപ്പൊ കിട്ടിയ ജന്മത്തെ ഓരോരുത്തരും വേസ്റ്റ് ചെയ്ത് കളയാണ്. ഒരു ജന്മം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ 200, 300, 400, 500 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഒരു 16 വയസ്സ് തൊട്ട് കള്ളു കുടിച്ച് വഴി കളഞ്ഞ് നമുക്ക് ആ തന്ന ജന്മത്തെ അവിടുന്ന് ആവശ്യപ്പെട്ട്, അവിടുന്ന് യാചിച്ച് നിലവിളിച്ചാണ് ഒരു ജന്മം വാങ്ങിക്കൊണ്ട് വരണേ. ഇവിടെ കൊണ്ടുവന്നിട്ട് ആ ജന്മത്തെ ഉപേക്ഷിക്കുന്നവര്, ആത്മഹത്യ ചെയ്യുന്നവര്. മനസ്സിലായില്ല? തന്ന ഒരു ജന്മം കിട്ടാൻ എത്രയോ കഷ്ടപ്പെട്ട് ഒരു ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരാളിന്റെ ആത്മാവ് മറ്റുള്ളവർക്ക് ഒരു 200 വർഷത്തിൽ ഒരു ജന്മം കിട്ടുമെങ്കിൽ ഇത് 2000 വർഷമായാലും കിട്ടൂല. ഇവരെ അറിയുന്നില്ല അവര് ചെയ്ത മഹാഭാവം എന്തെന്ന്. അപ്പൊ അവരവിടെ എന്താണ്, ആത്മലോകത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒരു ശരീരം എടുത്ത് വരാൻ വേണ്ടി നിലവിളിക്കുകയാണ് കിടന്ന് ആത്മാക്കള്. ഈ സമയത്താണ് കിട്ടിയതിനെ ഇല്ലാതാക്കിയിട്ട് ചെല്ലണമായി. മനസ്സിലായി? ഞാൻ മുമ്പ് പത്രപ്രവർത്തനം കൂടി ആയിരുന്ന എൻ്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ ഇന്റർവ്യൂ ഓപ്പൺ ജയിലിലൊക്കെ പോയിട്ട് എങ്ങനെ നിങ്ങൾ ജയിൽ പുള്ളിയായി മാറി അതിനെക്കുറിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോ ജയിൽ പുള്ളികളെ ഇന്റർവ്യൂ ചെയ്യാൻ പോയിട്ടുണ്ട്. ഈ ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ ഉണ്ടാവുന്ന ഓരോ ആ സമയത്തുള്ള ഒരു ആവേശത്തിൽ ചാടി വീഴുന്ന, അടിച്ചു പോയിട്ടാൻ വീഴുന്നുപോയി, ഭാര്യയോട് ദേഷ്യത്തിൽ ഒരു അടി കൊടുത്തു, ഭാര്യ ചുരുണ്ട് വീഴുന്നു. ഒരിക്കലും കൊല്ലണമെന്ന് പറഞ്ഞ് ചെയ്തവര് വളരെ കുറവാണ്. അല്ലാതെ യാദൃച്ഛമായി സംഭവിച്ചു പോകണം കർമ്മഫലം. അപ്പൊ അവൻ കൊലപാതകയാവണം, അത് അവന്റെ കർമ്മഫലം. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് പോലെ അപ്പൊ ഗുരുവിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഞാൻ മൂകാംബികയിലേക്ക് ഗുരു എന്നെ കൊണ്ടുപോയത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗം അമ്മയപ്പിടിയാലയത്ത് കൊണ്ടുവന്നു എന്ന് മാത്രം. അപ്പോൾ സ്വാമി ക്ഷേത്രങ്ങളിലൊന്നും ഭഗവാൻ കയറില്ല, ഭഗവാൻ അമ്പലത്തിൽ കയറില്ല. ഉദാഹരണമായിട്ട് ഞങ്ങൾ കള്ളിക്കാട് ആശ്രമത്തിൽ നിന്ന് 3 ആശ്രമങ്ങൾ സ്വാമിക്കുണ്ട്. സ്വാമിയുടെ ശരിക്കും ജന്മസ്ഥലം പോത്തങ്കോടാണ്.
അവിടെ ചിന്താലയ ആശ്രമം. ഉം. അപ്പൊ ചിന്താലയ ആശ്രമത്തിലാണ് ഭഗവാന്റെ സമാധി ഇരിക്കുന്നത്, ജീവസമാധിയിൽ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് കുറെ ആളുകളെല്ലാം കൂടി ചേർന്ന് ചിദംബരം ക്ഷേത്രത്തിലേക്ക് പോയി. ചിദംബരം ക്ഷേത്രം അറിയാമല്ലോ, അറിയാം. ശരിക്കും നടരാജൻ ഇരിക്കുന്ന സ്ഥലമാണ്. അറിയാം. അത് പഞ്ചഭൂതങ്ങളിൽ ശരിക്ക് ആകാശമാണ് ചിദംബരം. 5 ഭൂതങ്ങൾ ഭഗവാന്റെ സ്ഥലങ്ങളുള്ളതിൽ ആകാശമാണ് ചിദംബരം. ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വാമിയെ നിർബന്ധിച്ചു, സ്വാമിയും കൂടി അമ്പലത്തിലേക്ക് വരണം. വേണ്ട, ഞാനിവിടെ നിൽക്കാം, നിങ്ങൾ പോയിട്ട് വരും. സ്വാമിയുടെ വേഷഭൂഷാദികൾ എന്ന് പറയുന്നത് ചെരുപ്പ് ജീവിതത്തിൽ ഇട്ടിട്ടില്ല, ഷർട്ട് ജീവിതത്തിൽ ധരിച്ചിട്ടില്ല, ഒരു മുണ്ട്, സാധാ മുണ്ട്, കാവ്യമോ അങ്ങനത്തെ ഒന്നും സ്വാമി ധരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത സമയം വരെ അദ്ദേഹം സാധാ നമ്മളൊക്കെ അത് മുണ്ട് വസ്ത്രം ധരിക്കുന്നുവോ, ഒരു മുണ്ട്, ഒരു തോർത്ത്, ഇത്രയും തന്നെയാണ് വേഷം. ഈ തോർത്തിൻ്റെ ദേഹത്തേക്ക് മുടിയിരിക്കും. ഈ വേഷത്തിൽ ഒരു തുണി സഞ്ചി കയ്യിലിങ്ങനെ തൂക്കിയിരിക്കും. ഇത്രയായിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സമയത്ത് നിൽക്കുകയാണ്. ഇവർ 31 പേര് പോയ വണ്ടിയിൽ 31 പേരുമായിട്ട് നടയിലേക്ക് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദീപാരാധന നടക്കുകയാണ്. ദീപാരാധന സമയത്ത് ഉച്ചയ്ക്കുള്ള ദീപാരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർട്ടൻ ഇട്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ഇത് കർട്ടൻ മാറ്റി ദീപാരാധനയ്ക്ക് നടക്കുന്ന സമയത്ത് നടരാജനെ അവിടെ കാണാനില്ല. ഈ 31 പേരും കണ്ടത് ഈ തുണിസജ്ജയും തൂക്കി അവിടെ നിൽക്കുകയാണ്, അകത്ത് വിഗ്രഹമില്ല. ഇവര് എങ്ങനെയെങ്കിലും തൊഴുതിട്ട് ഓടി അവിടുന്ന്. ഇവിടെ വന്നപ്പോൾ ഈ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ തുണിയും തൂക്കി നിൽക്കുകയാണ്. ചോദിച്ചു, ശിവനെ കണ്ട? ഇപ്പൊ നമുക്ക് പോവാം. പിന്നെ ഭഗവാൻ ഒരു ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വയ്ക്കാനും ആ ക്ഷേത്രത്തെ ശിവലിംഗം അനങ്ങാൻ തുടങ്ങി. അപ്പോ മേൽശാന്തി ഇറങ്ങി ഇങ്ങോട്ട് ഓടി, വരലെന്നും പറഞ്ഞു. അപ്പൊ ശിവൻ തന്നെ ഇറങ്ങി ശിവൻ തന്നെ എഴിക്കുകയാണ്. അപ്പൊ അതാണ് ഗുരുക്കന്മാര്, ശിവൻ വരെ ചില ഗുരുക്കന്മാർ ചെന്നാൽ ശിവൻ വരെ ശിവലോകത്ത് നിന്ന് എണീക്കും, ബ്രഹ്മാവ് വരെ എണീക്കും. അപ്പോൾ അതിന് മുകളിലാണ് ഗുരു. അപ്പോൾ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം. അപ്പൊ ഇവർക്കെല്ലാം മുകളിലാണ് ഗുരു. ഇന്ന് കാണുന്ന ഗുരു ഒന്നല്ല. ഇന്നത്തെ ഗുരുക്കന്മാരെല്ലാം ഉപജീവന ഗുരുക്കളാണ്. അല്ല, ഇങ്ങനെ ഒരു ഗുരു ഈ 4 വർഷം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇഷ്ടമില്ല ഒരു ആളെ അറിയുന്നതോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. കാരണം ഒരു 1000കണക്ക് ആളുകൾക്ക് ശരിക്കും പറഞ്ഞ മരണങ്ങള്, വ്യാധികൾ, രോഗം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇപ്പൊ നമ്മൾ പറയും മെഡിക്കൽ കോളേജിന്റെ ആവശ്യമില്ലായിരുന്നു, സ്വാമി മതിയെന്ന് ചെറുതെങ്കിൽ കളിയാക്കുന്നവർക്ക് പറയാം. അതിന് കർമ്മം വേണം. അവിടെ ചെന്ന് പറ്റണമെങ്കിലും അത് ചെയ്യണമെങ്കിലും കർമ്മം വേണം. ഞാൻ 4 വയസ്സ് തൊട്ടാണ് സ്വാമിയുടെ അടുത്ത് പോയി ആശ്രമത്തിൽ, കള്ളിക്കാട് ഈ ആശ്രമത്തിന്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. അവിടെയാണ് അദ്ദേഹം ശരിക്കും യോഗി വര്യനാണ്. അത് മാത്രമല്ല, അദ്ദേഹം കർമ്മയോഗിയാണ്. യോഗം കുറെ വഴിയുണ്ട്. കർമ്മയോഗി എന്ന് പറഞ്ഞാൽ ജോലിയിലൂടെ അധ്വാനമേ സംതൃപ്തി. അല്ല, ഞാൻ കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം ഈ ആലയില്, അതെ, ഇരുമ്പിന്റെ പണി. അത് കാരണം ഒരു ദോഷമില്ലാത്ത ഒരു സാധനമാണ് ഇരുമ്പ്, ജീവനില്ലാത്ത സാധനം. അതിലാണ് അദ്ദേഹത്തിന്റെ മൊത്തം പണി. രാവിലെ തൊട്ട് അത് ഇരുമ്പല്ല, ഉരുക്ക്. ഇരുമ്പിനേക്കാൾ ശക്തിയുള്ളതാണ് ഉരുക്ക്. അത് ഞാൻ ഇന്ന് രാവിലെ അങ്ങയുടെ ഇന്റർവ്യൂ എടുക്കാൻ വരികയാണ്, ചിന്താലയ സ്വാമിയാണ് വിഷയം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ. അപ്പോൾ ഞാനിത് പറഞ്ഞു, അദ്ദേഹം ഈ ഇരുമ്പ് പണിയിൽ വ്യാപൃതനാകുന്ന ഒരാളായിരുന്നു, അങ്ങനെ ഒരു സ്വാമി നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് അത്ഭുതമാണെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത്. അത് പുള്ളി ഇരുമ്പ് പണി എടുക്കുന്നത് എന്തിനാന്ന് രോഗത്തിന് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ജപവും ഭജനയും ഒക്കെ ആ സമയത്ത്, പ്രാർത്ഥനയും ഒക്കെ ഈ പണിയെടുക്കുന്ന സമയത്തായിരിക്കും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ അത് ഉപജീവനത്തിന് വേണ്ടിയോ ഒന്നുമല്ല, ജോലി ചെയ്യുന്നതിനൊപ്പമായിരിക്കും അദ്ദേഹം ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നതും കാര്യങ്ങൾ ആരെങ്കിലും ജപിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആ സമയത്തായിരിക്കും എന്ന്. അങ്ങനെയാണോ? 100%. സ്വാമി രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം, അതായത് പ്രകാശം കിട്ടുന്ന സമയം തൊട്ട് ഇരുമ്പിന്റെ പണി തുടങ്ങിയാൽ ഈ സൂര്യൻ അസ്തമിക്കുന്നത് വരെ പണി ചെയ്തുകൊണ്ടിരിക്കും. അതും സ്വാമിയെ സംബന്ധിച്ചുള്ള ഒരു 3.5 അടി 4 അടി പൊക്കേ ഉള്ളൂ അദ്ദേഹം. നമ്മളുടെ ഇതാണ് അദ്ദേഹം എടുത്ത് അടിക്കുന്ന ഒരു കൂടം എന്ന് പറഞ്ഞാൽ അത്ര ഇരുമ്പ്, നമ്മള് ചുറ്റിയല് പോലത്തെ വലിയ കൂടം എടുത്ത് പിന്നെ അടിക്കുമ്പോൾ അവിടെ ഒക്കെ കുടുങ്ങും.
ഈ കൂടത്തിനെ എടുത്ത് അപ്പുറത്ത് വെക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ 2 കൈ കൊണ്ട് എടുത്തുകൊണ്ട് പോയാൽ പോലും എടുത്ത് വെക്കാൻ പറ്റില്ല. അല്ല, അങ്ങ് ഈ ആശ്രമത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ 4 വയസ്സ് തൊട്ട് അവിടെ ഉണ്ട് എന്ന് പറയുന്നു. ഈ സമയത്ത് ഇദ്ദേഹം ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്ന ആളായിരിക്കും. സഹായിക്കാനൊക്കെ കൂടെ കൂടിയിട്ടുണ്ടോ? ഇല്ല, നമ്മളൊന്നും സഹായിക്കാൻ ഒരു തൊടാൻ സമ്മതിച്ചിട്ടില്ല സ്വാമി. എന്നെ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും എല്ലാം എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിലും എൻ്റെ കൂടെ സ്വാമിക്ക് ഒരു പ്രത്യേക വാത്സല്യം, ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര അഭ്യാസിയായിരുന്നു ഞാൻ. ഈ പിള്ളേരിൽ വെച്ചിട്ട് ചിലപ്പോൾ ഇത്രയും അഭ്യാസിയായിട്ടുള്ള പിള്ളേർ കാണുമോ എന്ന് സംശയിക്കും. കാരണം പറയും മുമ്പേ അടിച്ചു കളയും. എനിക്ക് ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരം കുറവും ത്യാഗോപദ്രവം ചെയ്യുന്നത് കൂടുതലുമാണ് കൊച്ചിലെ തൊട്ട്. അത് എൻ്റെ ഒരു രീതി. ഞാൻ കൊച്ചിലെ തൊട്ട് സ്വാമി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ അയച്ചു. അതിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ അയച്ചതാണ് കളരി, ബർമ്മം. ഞാൻ കളരിയിൽ ഏകദേശം കളരി മൊത്തം പഠിച്ചിട്ടുണ്ട്. കടത്തനാണ് കളരി തൊട്ട് എല്ലാ കളരിയും ഞാൻ പഠിച്ചിട്ടുണ്ട്. വാൾപ്പേറ്റ് തൊട്ട് എല്ലാ ഇതും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് കൊച്ചിലെ തൊട്ട് പഠിച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് കൈ പൊങ്ങേ ഉള്ളൂ. ഇത് എൻ്റെ കുഴപ്പമായിരിക്കാം. പിന്നെ ഞാൻ ഈ പടുവർമ്മം 12 പഠിച്ചതുകൊണ്ട് അത് സ്വാമിയാണ് പടുവർമ്മം പഠിപ്പിച്ചിട്ട് പറഞ്ഞു, പിള്ളേ ഇത് ആരെയും അടിക്കരുത്. ഈ പടുവർമ്മ ആരെ അടിച്ചാലും നമുക്ക് തോക്കൊന്നും വേണ്ട, കത്തിയും വേണ്ട, അപ്പോൾ അടിക്കരുത്. കാരണം ജീവൻ എല്ലാവർക്കും തുല്യമാണ്. ഈശ്വര അംശമാണ് ഒരാളുടെ ശരീരത്തിലിരിക്കുന്നത്. അതിനെ വേദനിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല. പിന്നെ എപ്പോ നമുക്കൊരാളെ അടിക്കണം, ജീവരക്ഷാർത്ഥം നമുക്ക് നമ്മളെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഈ വിദ്യകൾ പ്രയോഗിക്കാം. അല്ലാതെ ഞാൻ അഭ്യാസിയാണ് എന്ന് പറഞ്ഞ് രാവിലെ ആകുമ്പോൾ മുണ്ടും മടത്തിക്കുട്ടി കയ്യൊക്കെ ചുരുട്ടി വെച്ചിട്ട് കാണുന്നവരെല്ലാം എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ചെന്ന് ചെയ്യാനല്ല ഈ വിദ്യകൾ പഠിക്കുന്നത്. എല്ലാ വിദ്യയിലും ഈശ്വരാംശമുണ്ട്. അപ്പോൾ ഇത് നമ്മളെ പഠിപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് പേടിയാണ്. പിന്നെ എനിക്ക് ഒരേ ഒരു സ്ഥലത്ത് എനിക്ക് ദേഷ്യം വരികയും ഞാൻ അടി കൊടുത്തിട്ടുള്ളതും ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ, സ്വാമിയെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഇനി ആരെ പലരും തമാശയ്ക്ക് പറയും, എൻ്റെ അച്ഛനെ അമ്മയെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ ഒരു പരിധി വരെ ക്ഷമിക്കും, ഒരു പരിധി വരെ. പക്ഷെ എൻ്റെ സ്വാമി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കില്ല. പറയുമെങ്കിൽ ഞാൻ അവനെ അടിയും കൊടുക്കും. അവൻ എനിക്ക് എത്ര സൈസുള്ളവനായാലും ശരി, എത്ര വലിപ്പമുള്ള ആളായാലും ശരി, എത്ര അഭ്യാസിയായാലും ശരി. അതെന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ജീവൻ തന്ന ആളാണ്. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ പറയണ്ടായി, എനിക്ക് എൻ്റെ 7ാമത്തെ വയസ്സിൽ മരിച്ച എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു തന്ന ആളാണ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ആണ് എൻ്റെ സ്വാമിയെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ കാണുന്ന ദൈവങ്ങളെ ഒരു ദൈവത്തിൻ്റെ രൂപത്തിലുമല്ല. അതുകൊണ്ടാണ് ഈ ദൈവങ്ങളെ ഒന്നും ഞാൻ തൊഴാത്തത്. അത് പറയാന്ന് വെച്ചാൽ ഞാൻ 4 വയസ്സിൽ ആശ്രമത്തിൽ ഭഗവാൻ എൻ്റെ അടുത്ത് നിൽക്കുന്നത്. എന്നെ കൊച്ചിലെ ഇങ്ങനെ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് സ്വാമി ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്താണ് ഒരു കാടൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥലത്താണ് കുളിക്കാൻ വരുന്നത്. കുളിച്ചിട്ട് ഇങ്ങനെ വരുമ്പം എനിക്ക് ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊണ്ട് എന്നെ വിളിച്ചിട്ട് തരും. അത് കഴിഞ്ഞിട്ട് ആശ്രമത്തിൻ്റെ അടുത്താണ് അച്ഛൻ ആ സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തൊരു വീട് മാറ്റി വെച്ച് താമസമായി. അപ്പോൾ ചേച്ചിയൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ മൂത്ത 2 ചേച്ചിമാരുന്നു. എന്ന് വെച്ചാൽ എന്നെ അപ്പോഴേ എൻ്റെ കയ്യിരിപ്പോളുടെ കൂടുതലാണ്. എനിക്ക് 2 അനിയത്തിമാരുണ്ട്, അവരെ ദേഹോപദ്രവം ചെയ്യും. അപ്പോൾ എൻ്റെ ശല്യം തീർക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ആശ്രമത്തിൽ നിർത്തിയിട്ടു. പിന്നെ ഞാൻ ആശ്രമത്തിൽ നിന്ന് തിരിച്ചു പോകില്ല. ഈ സമയത്താണ് അമ്മ ഒരു ജ്യോത്സ്യനെ സമീപിച്ചത്. അപ്പോഴാണ് എനിക്ക് 7 വയസ്സ് വരെ ആയുസുള്ളൂ എന്ന് ജ്യോത്സ്യം പറയുകയും അമ്മ പല ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. അപ്പോഴൊക്കെ ഞാൻ ജ്യോതിഷം പഠിക്കാൻ വന്നതിൻ്റെ കാരണമായതും ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം നേരത്തെ കൂട്ടി നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, അത് ജ്യോതിഷത്തിലൂടെ പറ്റുമെങ്കിൽ ആ ശാസ്ത്രം വലിയ ശാസ്ത്രമാണ്. അപ്പൊ അതിന് ഇപ്പൊ തോന്നിയതല്ല, 7 വയസ്സ് ആയപ്പോൾ അത് ജ്യോത്സ്യം പറഞ്ഞ് സംഭവിച്ചതുകൊണ്ട് അതിലേക്ക് വന്നതാണ്. ജ്യോത്സ്യം പറഞ്ഞ് സംഭവിച്ചാലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അമ്മ പിന്നെ ഞാൻ ആശ്രമത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാതെ വന്നപ്പോൾ അമ്മ അവിടെ നിന്നോട്ട്, ഈ വീട്ടിൽ വന്ന് 7 വയസ്സിൽ മരിക്കുന്നതിനേക്കാൾ അവിടെ കിടക്കിട്ടെന്ന് വിചാരിച്ച് അമ്മ പല പ്രാവശ്യം വന്ന് സങ്കടം പറഞ്ഞപ്പോഴും സ്വാമി പറഞ്ഞു, ഇവിടെ കാലിനൊന്നും വരില്ല, അവിടെ നിൽക്കിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമി അന്നും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് 7 വയസ്സ് തികയുന്നതിൻ്റെ അന്നാണ് എൻ്റെ തൊട്ടടുത്താണ് സെന്റ് അന്നാസ് LPS എന്ന് പറഞ്ഞ സ്കൂള്. ഫസ്റ്റ് ബെല്ല് കേൾക്കുമ്പോൾ ഞാൻ ഒരു വള്ളി നിക്കറും സ്ലേറ്റും എടുത്തുകൊണ്ട് ഓടും. ആ പോകുന്ന സമയത്ത് അന്ന് രാവിലെ അതുപോലെ റെഡിയായി നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു വയറ്റ് വേദന ആദ്യം വരികയും ഇത് നെഞ്ചിലേക്ക് ഈ വേദന കയറി വരികയും പിന്നെ എനിക്ക് ഈ പുറത്തോട്ട് വിട്ട എയർ തിരിച്ചെടുക്കാൻ പറ്റാതാവുകയും ചെയ്തു. ഇതാണ് മരണം.
മരിച്ചവർക്കേ മരണത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എല്ലാവരും ഞാൻ മരണം മുന്നിൽ കണ്ടു മറ്റേന്നൊക്കെ പറയണമെങ്കിലും ഞാൻ മരിച്ചതുകൊണ്ട് എനിക്കറിയാം.